ഹായ് ഓൾ. എല്ലാവരെയും നമ്മുടെ നോട്ട്സ് അക്കാദമിയുടെ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് സംവദിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ എല്ലാവരെയും ഒന്നുകൂടെ അത്രയും വലിയൊരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ വെബിനാറിലേക്ക് കേൾക്കാൻ വേണ്ടി എത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലും പല സ്ഥലങ്ങളിലായി കാണുന്ന ഒന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ക്രയവിക്രയം അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പൈസ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഫോറക്സ് ട്രേഡിംഗ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നുള്ളൊരു മേഖല. അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, ഏത് രീതിയിൽ ആ ഒരു ഫോറക്സ് ട്രേഡിംഗ് ഫോറക്സ് എന്നുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിലും ട്രേഡിംഗ് എന്നുള്ളൊരു മേഖലയെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, ഏത് രീതിയിൽ അതിനോട് നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ വെബിനാറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളതും ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മൾ ഏത് രീതിയിൽ ഇടപെടണം. നമ്മളൊക്കെ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ഫോറക്സ് ട്രേഡിങ് കാണാം, അതിനെക്കുറിച്ച് കേൾക്കുന്നവരുണ്ട്, അതിലെടുത്ത് ചാടുന്നവരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി വെബിനാറാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നമ്മുടെ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി വന്ന എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. അധികമായി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. നമുക്കിപ്പോൾ വെബിനാർ നമുക്ക് ക്ലാസ് എടുക്കുന്നത് സഫ്ന സാറാണ്. ആള് സൈക്കോളജിസ്റ്റാണ്. പിന്നെ 10 വർഷത്തോളായി നമ്മളെ ഈ ഫോറക്സ് ട്രേഡിംഗ് മേഖലയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ നമ്മുടെ നോട്ട്സ് അക്കാദമിയുടെ ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ ഇനി സെഷനിലേക്ക് കിടക്കുകയാണ്. ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്താണ്, എങ്ങനെയാണ്, അത് എത്ര വലിയ സംഭവമാണ് എന്നുള്ളതൊക്കെ ആയിട്ടുള്ള നമുക്ക് ഒരുപാടൊക്കെ ക്യൂരിയോസിറ്റി ഉണ്ടാവും, എന്താണ് എന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് തീർത്തു തരാൻ പോവാണ്. അപ്പോൾ സാറിനെ വെൽക്കം ചെയ്യാണ്. സാർ ഓഡിബിൾ അല്ലേ? യെസ്, ഓഡിബിൾ ആണ് സാർ. ഓക്കെ താങ്ക് യു. ഓക്കെ, കേൾക്കാലോ അല്ലേ? അതെ കേൾക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ചെയ്യാണ്. ഫോറക്സ് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് അടിക്കോ, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഫൈജാസ് നോ ആണ്, ബിഗിനേഴ്സ് ആണ്. ഓക്കെ എനിവേ, ഓക്കെ, വെരി ഗുഡ്. ഓൾമോസ്റ്റ് ആൾക്കാരും ബിഗിനേഴ്സ് ആണ് തോന്നുന്നു. ഓക്കെ, ജോയിൻ ആവാത്തവർക്ക് സേത് റെക്കോർഡിങ്സ് കൊടുത്താൽ കേട്ടോ. ഓക്കെ, എനിവേ, ഫോറക്സ് ട്രേഡിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ വെൽത്ത് മേക്കിംഗ് ടൂളാണ് ഈ ഒരു ട്രേഡിംഗ് സ്കില്ല് എന്നുള്ളത് പലർക്കും അറിയാം. അതായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് റെന്റ് കൊടുക്കണ്ട, സാലറി കൊടുക്കണ്ട, നമുക്ക് ബിൽഡിംഗ് ആവശ്യമില്ല, നമ്മളെ കയ്യിലൊരു ഫോണും ഇന്റർനെറ്റും കയ്യിൽ കുറച്ച് ക്യാപിറ്റലും ഈ ഒരു സ്കില്ലും ഉണ്ടെങ്കിൽ, ഈ 4 സംഗതികളും ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്തിന്റെ ഏത് കോണിലിരുന്നിട്ടും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പണം ഉണ്ടാക്കുന്ന ഈ ഒരു മേഖലയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. പക്ഷെങ്കിൽ ഇതിലിറങ്ങിയ 90% ആൾക്കാരും ഫെയിലാണ്. ഫെയിലാവാൻ എന്തെങ്കിലും റീസൺ ഉണ്ടാവില്ല. ആ റീസൺ എന്തെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടോ? അതായത് ഓപ്പൺലി പറയണ, ഇപ്പം നമ്മൾ അക്കാദമിയാണ്, ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്ന അക്കാദമി, ഞാൻ ഒഫീഷ്യലി പറയാണ്, ഫോറക്സ് ട്രേഡിങ്ങിൽ 85 to 90% ആൾക്കാർ ഫെയിലാണ്. എനി റീസൺ പറയാൻ പറ്റും ആർക്കെങ്കിലും? ബിഗിനേഴ്സിന് നിങ്ങളിത് പഠിക്കണം അല്ലെങ്കിൽ അറിയണം എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ വന്ന ആൾക്കാരാണല്ലോ. ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയ റീസൺ. അതായത് ഞാൻ പറയാണ്, ഈ ഒരു ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കിൽ, അതായത് പൈസ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മേഖലയിൽ 90% ആൾക്കാരും ഫെയിലാണ് അല്ലെങ്കിൽ നഷ്ടത്തിലാണ്. ഡിസിപ്ലിൻ, ഓക്കെ, ഗുഡ് പോയിന്റ് ആണ്.
സ്റ്റഡി അബൌട്ട് ദ ട്രേഡിംഗ് ഇൻ ദ മാർക്കറ്റ്. ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ അറിയുന്നില്ല. ഓക്കെ, എല്ലാ ആൻസേഴ്സും സൂപ്പർബാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഒരുപാട് റീസൺ ഉണ്ടാവും. പിന്നെ ചിലർക്ക് അവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് അവരുടെ പ്രോപ്പറായി നോളജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് പഠിച്ചിട്ട് പിന്നെ ആ ഒരു പിന്നെ കുറേ സ്ട്രാറ്റജിയുടെ പിന്നാലെ നടക്കും, കുറേ പിന്നെ സിഗ്നൽസിന്റെ പിന്നാലെ നടന്നിട്ട് അതാണ് ഇവിടെ വർക്ക് ചെയ്യാന്നുള്ളൊരു ധാരണയിൽ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ മാർക്കറ്റിൽ നടക്കുന്ന ഫ്ലക്ച്വേഷനും കാര്യങ്ങളും നോക്കാതെ നമ്മൾ അന്ധമായ ഒരു പിന്നെ ധാരണയിൽ വന്നിട്ട് പകുതി നോളജും കൊണ്ട് വന്നിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കിവിടെ ഫെയിൽ ആയിരിക്കും. ഓക്കെ, 90% ആൾക്കാരും ഫെയിൽ ആവുന്നത് അവർക്ക് ടെക്നിക്കൽ നോളജ് അറിയാനിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്കില്ല് അറിയാനിട്ടോ അല്ല. ട്രേഡിങ് വളരെ സിമ്പിളാണ്. നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാർക്കറ്റ് താഴോട്ട് വന്ന പ്രോഫിറ്റ് ആയിരിക്കും. ബട്ട് ഇതിന്റെ ഇടയിൽ ഇത് എവിടുന്ന് സെല്ല് വരും, എവിടുന്ന് ബൈ വരും, പിന്നെ നമ്മൾ എവിടുന്ന് വാങ്ങണം, എവിടുന്ന് വിൽക്കപ്പെടണം, പിന്നെ നമ്മൾ ഏത് ടൈമിൽ ഇറക്കണം, ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഒബ്വിയസ്ലി ഓപ്പൺലി പറയുകയാണെങ്കിൽ പിന്നെ ട്രേഡിങ് പഠിപ്പിച്ചു കൊടുക്കൽ വളരെ സിമ്പിളാണ്, പക്ഷെ സക്സസ് ആക്കി എടുക്കൽ വളരെ പിന്നെ പാട് പിടിച്ചൊരു സംഗതിയാണ്. ഇപ്പൊ നമ്മളെ മെന്റേഴ്സ് ഒക്കെ ആണെങ്കിലും പിന്നെ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം ഈവൻ ജിലിയൻ ലോഡ്സ് അക്കാദമി നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായ മെന്റർഷിപ്പ്, അതായത് ഒരുപാട് നോളജ് നിങ്ങളുടെ ഉള്ളിലേട്ടേക്ക് അടിച്ച് തരികയല്ല ചെയ്യുക. അതായത് നിങ്ങൾ പ്രാക്ടിക്കലി ഇതൊരു സ്കില്ലാണ്. അതായത് നമ്മൾ സ്കില്ല് എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. നമ്മൾ അതിലൂടെ സഞ്ചരിച്ച്, നമ്മൾ സ്വിമ്മിങ് പോലെയാണ് നമ്മൾ ഏതൊക്കെ, ഇപ്പം സൈക്ലിംഗ് ആണെങ്കിലും ഏതൊരു സ്കില്ലാണെങ്കിലും ആ സ്കില്ല് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മാസ്റ്റർ ആവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ട്രേഡിംഗ് സ്കില്ലും. നമ്മൾ ഇതിൽ പ്രാക്ടീസ് ചെയ്ത്, ഇപ്പം നമ്മൾ ചിലപ്പം നിങ്ങളോട് ആരെങ്കിലും പറയാണ് ഒരു മാസം പഠിച്ച് നിങ്ങൾ നെക്സ്റ്റ് മന്ത് ഇറങ്ങി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ അത് അട്ടർ ഫെയിലർ ആയിരിക്കും. ഒരിക്കലും എന്താകാൻ പറ്റില്ല. നമുക്ക് മാർക്കറ്റിൽ നിന്ന് നിങ്ങളൊരു 1 വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ 1 മന്ത് കൊണ്ടോ പഠിച്ചിട്ട് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം സയാദ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കൃത്യമായൊരു ഗൈഡൻസ് അല്ലെങ്കിൽ നമ്മളെ റൂട്ട് ചെയ്യാൻ ഒരാൾ ഉണ്ടെങ്കിൽ, ഈ ലോസിലൂടെയും ഇതിലൂടെയൊക്കെ സഞ്ചരിച്ച ഒരാളുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കണത്. നമുക്ക് ആ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഡെസ്റ്റിനിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇതിൽ മാപ്പ് ഇല്ലാതെയാണ് നമ്മളൊരു അറിയാത്ത വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് വഴി തെറ്റി നമ്മൾ ടൈം എടുത്ത് നമ്മൾ ചിലപ്പം അറിയാത്ത റോഡിലൂടെ പോയി ആ റോഡിൽ ചിലപ്പം പിന്നെ മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടാവും, അവിടെ ബമ്പ് ഉണ്ടാവും, ചിലപ്പോൾ റോഡ് ക്ലോസ് ആയിരിക്കും. അവിടെ നമ്മൾ കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് ചിലപ്പോൾ നമ്മളെ ടൈമിന് എത്തപ്പെടാതായി പോകും. അതിൽ നമ്മൾ എത്ര വലിയ വണ്ടി ഉപയോഗിച്ചിട്ടും നമ്മൾ എത്ര വലിയ ഫോണ് നമ്മളെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് പ്രോപ്പറായ ഒരു ഗൈഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ അട്ടർ ഫെയിലർ ആയിരിക്കും. ട്രേഡിങ്ങിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഇതിന്റെ ബെനിഫിറ്റ്സ് മാത്രമേ കേൾക്കാറുള്ളൂ. ഇപ്പം നമ്മൾ പിന്നെ ജില്ലൻ ലോഡ്സ് നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്, ഇത് നിങ്ങൾ ഒരിക്കലും എന്താണ് പിന്നെ ഒരു അന്ധമായൊരു നോളജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പിന്നെ പകുതി നോളജും കൊണ്ട് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്തായാലും ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ കോഴ്സിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പറയണം, നിങ്ങളിത് പഠിച്ച് പെർഫെക്റ്റ് ആയി നിങ്ങൾക്കിത് എപ്പോഴാണോ നിങ്ങൾ മണിയും കൊണ്ട് ഇറങ്ങാൻ നിങ്ങൾക്ക് തോന്നണത്, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻസ് ആയി നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. ഇപ്പം നമുക്ക് സിമ്പിളാണ്. ഇപ്പം നമുക്ക് ടെലിഗ്രാംസിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഒരുപാട് സിഗ്നൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. ഇവിടുന്ന് ബൈ ചെയ്തോ ഇവിടുന്ന് സെല് ചെയ്തോ. അപ്പൊ നമ്മളത് ഫോളോ ചെയ്തു പോകും. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ആ സിഗ്നൽ തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അന്ന് വരെ ഉണ്ടാക്കിയ കംപ്ലീറ്റ് ക്യാപിറ്റൽ നഷ്ടമായിരിക്കും. എന്താണ്, നമ്മൾ അവിടെ സ്കില്ലും നമുക്ക് വർക്കൗട്ട് ആയില്ല, നമ്മൾ ഇതുവരെ എടുത്ത പ്രോഫിറ്റും നമുക്ക് നഷ്ടമായി, നമ്മൾ വീണ്ടും സീറോയിലേക്ക് എത്തും. അപ്പോൾ വീണ്ടും നമ്മൾ പഠിക്കാനുള്ള മടി കൊണ്ടാണ് നമ്മൾ സിഗ്നൽസിന്റെയും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലോട്ടൊക്കെ മറ്റൊക്കെ പോകുന്നത്. നമുക്കിപ്പം സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള എല്ലാ സംഗതികളും ഓൺലൈനിലും യൂട്യൂബിലും ഒക്കെ അവൈലബിലിറ്റി ഉണ്ട്. ട്രേഡിങ് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും പഠിക്കും. ഇപ്പം ജില്ലൻ നോട്ട്സ് തന്നെ പഠിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ പഠിക്കുന്ന സംഗതി എന്തായിരിക്കണം, നിങ്ങൾക്ക് വർക്ക് ആവുന്ന ഒരു കാര്യമായിരിക്കണം. ഇതെവിടെയാ വർക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. അതായത് ബേസിക്കലി ഞാൻ സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് നമ്മൾ പിന്നെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ആൾക്കാരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലാതെ ടെക്നിക്കൽ അറിയാനിട്ടോ ഫണ്ടമെന്റൽസ് അറിയാനിട്ടോ റിസ്ക് മാനേജ്മെന്റ് അതൊന്നും കൊണ്ട് എന്താവില്ല, നമുക്ക് ലോസോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഇതാവില്ല. അതായത് അതറിയില്ലെങ്കിൽ നമുക്ക് എന്താൻ പറ്റും, പിന്നെ നമുക്ക് ഒട്ടുമിക്ക സംഗതിയിലും നമുക്ക് പിന്നെ സക്സസ് ആയി പോകാൻ പറ്റും. പക്ഷെ നമ്മളെ മൈൻഡിനെ നമ്മളെ കൺട്രോളിൽ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് നമ്മളെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡിങ്ങിൽ അട്ടർ ഫെയിലർ ആയിരിക്കും. ആ മൈൻഡിനെ കൺട്രോൾ ചെയ്യാന്നുള്ളത് ചില്ലറ സംഗതിയൊന്നുമല്ല. നമ്മളിപ്പം ഏകദേശം ഒരുപാട് പേരെ ട്രെയിനിങ് ചെയ്തപ്പം പലർക്കും എന്താണ് മാർക്കറ്റിന്റെ അട്ടർ നോളജ്, അതായത് ന്യൂസ് ഏത് ടൈമിലാണ് വരുന്നത്, CPI ന്യൂസ് എങ്ങോട്ടാ പോകണത്, ഗോൾഡ് പിന്നെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ എവിടെയാണ് ഉണ്ടായത്, ഇത് 100% അപ്പിന് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് എന്താണ്, അവർക്ക് അവരുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ അറിയില്ല. മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും, ട്രേഡിങ്ങിൽ നമ്മൾ ഫെയിൽ ആവാനുള്ള ചാൻസ് 90% കൂടുതലാണ്. മൈൻഡ്ഫുൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പിന്നെ നമ്മളെ വെബിനാറിന്റെ പേര് തന്നെ മൈൻഡ്ഫുൾ ട്രേഡർ എന്നുള്ളതാണ്. അതായത് മൈൻഡ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താൻ പറ്റുള്ളൂ, ഈ ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. ഇപ്പം ചിലപ്പം ട്രേഡിങ്ങിൽ തുടക്കം കുറിച്ച ആൾക്കാരുണ്ടാവും, പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇത് വളരെ സിമ്പിൾ. അതായത് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് പഠിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. കാരണം എന്താ, ഇവിടുന്ന് ബൈ എടുക്കണം, ഇവിടുന്ന് സെല്ലെടുക്കണം, പിന്നെ നമ്മൾ ടെക്നിക്കൽ അനലിസ്റ്റുകൾ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇതും തരും, ഏത് സിഗ്നൽസ് തരും. അത് വെച്ച് പോവാണെങ്കിൽ നിങ്ങൾ ഒരു നാളെന്തായിരിക്കും, നിങ്ങൾ ഇതൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും സീറോ ആയി മാറാൻ തുടങ്ങും. നിങ്ങൾ കൃത്യമായ ഒരു പാത്തിലൂടെ കൃത്യമായ ഒരു ഗൈഡൻസിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കില്ല് നമ്മൾ പറയാലോ, പിന്നെ ഇവിടെ ഇൻകം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ട്രേഡിങ് ഇപ്പം ബേസിക്കലി ഇപ്പം എൻ്റെ പ്രൊഫഷൻ ബൈ സൈക്കോളജിയാണ്. ഇപ്പം നമ്മൾ ട്രേഡിങ്ങിൽ പിന്നെ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഈ ഒരു സ്കില്ല് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ബിസിനസ് നഷ്ടപ്പെട്ടു, നമ്മളെ കയ്യിലുള്ള സ്റ്റാഫ് നമ്മൾ ഇട്ടേച്ച് പോയി, നമ്മൾ കംപ്ലീറ്റ് ഒറ്റപ്പെട്ടു. മെറ്റാ ട്രേഡറും ഒരു ഫോണും കുറച്ച് ക്യാപിറ്റലും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എത്ര സീറോയിൽ വന്നാലും നമുക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്താണ്, അതിൽ നിന്ന് തിളർത്ത് വരാൻ നമുക്ക് ചുരുങ്ങിയ സമയം മതി. അത് എന്തുകൊണ്ടാണ് ആ കോൺഫിഡൻസ് വരുന്നത്, ഈ സ്കില്ല് നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയുന്നുണ്ട്. സ്കില്ല് പഠിക്കൽ, ഞാൻ ഇപ്പം പറയുന്നു, സ്കില്ല് ഈ ഒരു പിന്നെ ട്രേഡിംഗ് എന്ന് പിന്നെ പഠിക്കണത് വളരെ സിമ്പിളാണ്. അത് നമ്മളെ ലൈഫിലും പിന്നെ നമ്മുടെ റുട്ടീനിലും നമ്മളെന്താണ് പിന്നെ പ്രാവർത്തികമാക്കി കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. അതിനാണ് പിന്നെ എന്താണ് നമ്മൾ പിന്നെ ഈ മൈൻഡ്ഫുൾ ട്രേഡർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങളെ മുന്നിലോട്ടേക്ക് വെക്കണത്. മൈൻഡ്ഫുൾ ട്രേഡർ എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിനെ നമ്മൾ എന്താക്കണം, എല്ലാ സംഗതി, അതായത് നമ്മൾ പറയാലോ, നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. നമ്മളൊരു ഒരു നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കാലിക്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകണം. നമ്മളത് പിന്നെ വയനാടിൽ പോയി, അത് കോയമ്പത്തൂർ പോയി അങ്ങനെയാ പോകുന്നുണ്ടെങ്കിൽ, നമ്മളൊരു മാപ്പില്ലാതെ നമുക്കൊരു അറിയാതെ പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ദിവസം കൊണ്ട് എത്തേണ്ട ജേണി എന്തായിരിക്കും, നമ്മൾ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. ചിലപ്പോൾ നമ്മളെ എവിടെ പിടിച്ചു വെച്ചേക്കാം, പിന്നെ ബ്ലോക്കിൽ കുടുങ്ങിയേക്കാം, നമ്മളെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചു വെച്ചേക്കാം. അപ്പോൾ കൃത്യമായ നോളജ് എന്ന് ഞാൻ പറഞ്ഞ ഒരു ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ അട്ടർ ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മളെ ഗൈഡൻസ്? ഇപ്പം നമുക്ക് യൂട്യൂബ് നോക്കിയാലും മറ്റൊക്കെ ഒരുപാട് സ്ട്രാറ്റജീസ് ഇഷ്ടം പോലെ, അതായത് പിന്നെ നമ്മൾ പിന്നെ ട്രേഡിംഗ് വ്യൂ ഒക്കെ അറിയുന്ന ആൾക്കറിയാം, 3000-ഓളം ഇൻഡിക്കേറ്റേഴ്സ് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് എത്ര വലിയ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അതിൽ ചെറിയൊരു പേയ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സെല്ല് കാണിക്കുന്ന ബൈ കാണിക്കുന്ന ഒക്കെ നമുക്ക് പിന്നെ ഇത് കിട്ടും, ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ എന്താണ്, അതൊക്കെ ആരൊക്കെയോ അതൊക്കെ കാലത്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. നിങ്ങളെ കയ്യിൽ നിങ്ങളെ മൈൻഡ് കൺട്രോളിൽ എത്തുക എന്നുള്ളതാണ് ട്രേഡിൽ സക്സസ് ആവാനുള്ള ഒരു ഏക വഴി. അതിനെന്തായിരിക്കണം, കൃത്യമായ ഗൈഡൻസിലൂടെ നിങ്ങൾ പിന്നെ ഒരു ഇപ്പൊ ഞാൻ ഓപ്പൺലി പറയാണ്, ഇപ്പം ഒരു ട്രെയിനർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായില്ല, അപ്പൊ ഞാനൊക്കെ ഒരുപാട് ലോസ് സംഭവിച്ചിട്ട് പിന്നെ പലപ്പോഴും പിന്നെ ബിഗിനേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ ട്രേഡിലേക്ക് ഇറങ്ങല്ലേ, കാരണം ഇതൊരു തൊട്ടാ പൊള്ളുന്നൊരു മാർക്കറ്റാണ്. നമുക്ക് 1 കോടി നഷ്ടപ്പെടുത്താന് മേ ബി വേറൊരു ബിസിനസ് ചെയ്താൽ നമുക്ക് 1 മാസം 2 മാസമൊക്കെ വേണ്ടി വരും. ഇവിടെ 1 കോടി നഷ്ടപ്പെടുത്താന് ചുരുങ്ങിയതൊരു 5-10 മിനിറ്റ് മതി. ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും അത് പറയുമല്ലോ. ഷബീർ ഭായി, നമുക്കിപ്പോ 1 കോടി ഇവിടെ കൊണ്ടുപോയി കളയാൻ എത്ര ടൈം വേണ്ടി വരും?
നമ്മളെ ലോട്ട് സൈസ് ഒന്ന് നമ്മളെ കൺട്രോൾ ഒന്ന് ചെറുങ്ങനെ ഒന്ന് തെറ്റിയാൽ മതി. ഷബീർ ഭായി ഓടിവിളാൻ പറ്റുമോ? ഓടിവിളാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? അതായത് പിന്നെ ട്രേഡിനെ അറിയുന്ന, പിന്നെ ഇവിടെ ലോസിന്റെ ഹൈ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് ലോസ് വരുത്തിക്കാനും നമ്മളെ കയ്യിലുള്ള സമ്പാദ്യം മൊത്തം കൊണ്ടുപോയി കളയാനും ചുരുങ്ങിയ സെക്കൻഡുകളോ മിനിറ്റുകളോ മതി. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത്, പിന്നെ ലോസിനുള്ള സാധ്യത ഉണ്ട് ഇവിടെ. പിന്നെ നിങ്ങളോട് ആരെങ്കിലും പറയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് പറയുകയാണെങ്കിൽ ആളോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് തരാം, നിങ്ങൾ ഇതിൽ പ്രോഫിറ്റ് മാത്രം ആക്കുക. ഇൻ കേസ് ഇത് നിങ്ങൾ അതിൽ നിന്ന് ലോസ് ആവണമെങ്കിൽ അതിന്റെ ഡബിൾ നിങ്ങൾ തരണം, നിങ്ങൾ ആരോട് വേണമെങ്കിൽ വെല്ലുവിളിച്ചോളും. വിത്തൗട്ട് ലോസ്, അല്ലെങ്കിൽ ലോസ് ഇല്ലാതെ എന്താകാൻ പറ്റില്ല, നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോപ്പറായ ഒരു മണി മാനേജ്മെന്റ്, നമ്മളെ മൈൻഡ് വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, മൈൻഡ് നമ്മളെ കൺട്രോളിലാണെങ്കിൽ നമുക്ക് ഈ ലോസിനെയൊക്കെ കുറച്ചെടുക്കാൻ പറ്റും. നമുക്കൊരിക്കലും പിന്നെ അപ് ട്രെൻഡ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇനി BTC മുകളിലോട്ടേക്ക് പോകാം താഴോട്ടേക്ക് പോകും നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്താണ്, നമ്മളെ കയ്യിലുള്ളത് നമ്മളെ ക്യാപിറ്റലും നമ്മളെ മൈൻഡ് മാത്രമേ, നമ്മളെ കൈയുടെ പ്രവൃത്തി മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ഇപ്പം നമുക്കറിയാലോ, അതായത് പിന്നെ നമ്മളിപ്പോ ഒരു ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും. നമുക്ക് മിക്കപ്പോഴും ലോസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മളിപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് ലോസ് ഉണ്ടായിരിക്കുന്നത്, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ മറ്റൊരു റീസൺ കൊണ്ട് നമുക്ക് എന്താൻ പറ്റില്ല, നമുക്കിവിടെ ലോസോ കാര്യങ്ങളൊന്നും വരില്ല. ആകത്തുക നിങ്ങളിപ്പോൾ ഏത് റീൽസോ കാര്യങ്ങളോ എന്ത് കാണുകയാണെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കയ്യിൽ നിങ്ങളെ മൈൻഡിനെ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഫീൽഡിലോട്ടേക്ക് നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ. പലപ്പോഴും പിന്നെ നമ്മളോട് പലരും ചോദിക്കാണ്, എൻ്റെ ജോബ് കളഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങട്ടെ. അപ്പൊ നമ്മൾ പറയാറുള്ളത്, പിന്നെ നിങ്ങൾക്ക് 100% കോൺഫിഡന്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന സാലറിയുടെ അതേ അനുമാനത്തിൽ നിങ്ങളെ കയ്യിൽ ക്യാപിറ്റലും അത് ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളൊരു ധാരണയും അതിൽ കോൺഫിഡൻസും നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രേഡിലോട്ടേക്ക് ഇറങ്ങേണ്ട ആവശ്യമുള്ളൂ. ട്രേഡ് ഒബ്വിയസ്ലി പറഞ്ഞാൽ വളരെ പിന്നെ സൂപ്പറാണ്. അതായത് നമുക്കിപ്പം ബ്യൂട്ടിഫുൾനെസ് പറയുകയാണെങ്കിൽ, പിന്നെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് മണി മേക്കിംഗ് സ്കില്ല് ട്രംപ് മുതൽ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരെടുത്ത് നോക്കിയാലും അവരൊക്കെ ഉള്ളത് ഫോറക്സിലും ക്രിപ്റ്റോയിലൊക്കെയാണ്. ഇപ്പൊ നമ്മളെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്, ആളുടെ പിന്നെ ഇത് മൊത്തം ഉള്ളത് ക്രിപ്റ്റോയിലാണ്. അപ്പൊ അവരൊക്കെ ഉള്ള ഒരു മേഖലയിൽ നമുക്കിപ്പോ ഒരു ചാർട്ട് നോക്കിയിട്ട് ഇത് ഗോൾഡ് ആണെങ്കിൽ ഇത് അപ്പിലേക്ക് പോലെ പിന്നെ ഡൗൺലോഡൊക്കെ പോകുന്നൊക്കെ പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു മേഖലയാണ്. പക്ഷേ ഇത് നമുക്ക് റിവേഴ്സ് ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മളെ കയ്യിൽ നമ്മളെ മൈൻഡിനെയും നമുക്ക് കൃത്യമായ ഒരു ഗൈഡൻസ്, നമുക്കൊരു പ്രോപ്പർ എന്തായിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്കിത് ഫുൾഫിൽ ചെയ്ത് ഈ ഒരു പിന്നെ സ്കില്ല് നമുക്ക് കൊണ്ടുപോകാം. കാരണം നമ്മളെന്തായാലും പിന്നെ ഈ ട്രേഡിങ് സ്കില്ല് പഠിക്കുന്ന പൈസ ഉണ്ടാക്കാനാണ്. ആരും തന്നെ ഇവിടെ എന്തില്ല, പൈസ നഷ്ടപ്പെടുത്തണം എന്നുള്ളൊരു മൈൻഡിൽ ട്രേഡിങ് പഠിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ വരില്ല. പക്ഷെങ്കിൽ എന്താണ്, പലർക്കും ഇവിടെ നഷ്ടം വരുന്നത്, അവർക്ക് ഒന്നുകിൽ പ്രോപ്പറായ നോളജ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല, ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് അവർക്ക് ആ മുറി നോളജും കൊണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ ആരോ പറഞ്ഞതിന്റെ ആ ഒരു വാൽ കഷ്ണം കൊടുത്തിട്ട് അവർ ട്രേഡിലോട്ടേക്ക് ഇറങ്ങും. ഞാനിതെല്ലാം ഓക്കെ ആയി എന്നുള്ളത് വെച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടെ ലോസ്. നമ്മളിപ്പം ഇവിടെ നിങ്ങളോട് ഇവിടെ വിളിച്ചിട്ട് പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയണത്, മേ ബി നിങ്ങൾ ഫ്യൂച്ചറിലാണെങ്കിൽ ഇവിടെ നിങ്ങൾ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പം നമ്മളൊക്കെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുള്ളത്, പറ്റുകയാണെങ്കിൽ എന്താണ്, നിങ്ങളെല്ലാം ഓക്കെ ആയി, നിങ്ങൾക്ക് നിങ്ങളെ മൈൻഡെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈവിലോട്ടേക്ക് ഇറങ്ങാൻ പറ്റുന്ന, മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ ലൈവിലോട്ടേക്ക് ഇറങ്ങുള്ളൂ. ചില ആൾക്കാർ 1 മന്ത് 2 മന്ത് കൊണ്ടൊക്കെ ലൈവിലോട്ടേക്ക് ഇറങ്ങും. ഓക്കെ, അങ്ങനെ ഇറങ്ങുന്ന നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഇതൊരു സ്കിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ലോസിനുള്ള സാധ്യതകൾ, എവിടെ പൈസ പോകും എന്നുള്ളത് ആദ്യം പഠിക്കണം. നിങ്ങൾ ഈ സ്കില്ല് പഠിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്ക് എവിടെയൊക്കെ നഷ്ടം വരും, ആ നഷ്ടത്തിനുള്ള എല്ലാ ഓട്ടകളും നമ്മൾ ആദ്യം അടച്ചിരിക്കണം. നമ്മളൊരു കപ്പൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ എന്തായിരിക്കണം, അതിൽ വെള്ളം കയറാനുള്ള എല്ലാ സംഗതികളും നമ്മൾ അടച്ചിട്ട് ശേഷം മാത്രമേ എന്താ കപ്പൽ നമ്മൾ മുന്നോട്ടേക്ക് ഇറക്കാൻ പാടുള്ളൂ. ജിലിൻ ലോഡ്സ് നമ്മൾ എപ്പോഴും പഠിപ്പിക്കും, ആദ്യം നിങ്ങളെ ക്യാപിറ്റൽ കൊണ്ടുവന്ന പൈസ ഇവിടെ ഉണ്ടാവാന്നുള്ളത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരും എന്താണ്, കൊണ്ടുവന്ന അതും കളഞ്ഞ് വീടും വിറ്റ് വീണ്ടും പൈസ കയറ്റി അതും കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവിടെ മിക്കതും നമ്മൾ കാണാറുള്ളത്. അതില്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന പൈസ പ്രൊട്ടക്ട് ചെയ്തിട്ട് അതിന്റെ നിങ്ങളൊരു 5 to 10% ഒക്കെ മന്ത്ലി എടുക്കാൻ പറ്റുകയാണ്. അങ്ങനെ എടുക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ.
പിന്നെ നമുക്കിപ്പോൾ ഇവിടെ നമ്മളെ മെന്റേഴ്സൊക്കെ അവൈലബിൾ ആണെങ്കിൽ അവരൊക്കെ പറഞ്ഞുതരും. അതായത് അങ്ങനെ എടുക്കുന്ന അവരെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഈ ഒരു സ്കില്ല് പഠിക്കാനും മുന്നോട്ടേക്ക് പോകാനും. പലരും പലരും പറയാത് വളരെ ബ്യൂട്ടിഫുൾ, ചിലപ്പം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ വളരെ ക്വിക്കായിട്ട്, അതായത് നമുക്കിപ്പം $1000 $2000 ആക്കാൻ മേ ബി ഒരു 5-10 മിനിറ്റ് മതി. അതായത് നമ്മൾക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം ആക്കാൻ നമ്മളെ കയ്യിൽ നിന്ന് ലോട്ടൊന്ന് മാറി പിന്നെ നമ്മളൊന്ന് പിന്നെ ബൈ ഇടുന്നു, നമ്മൾ കഷ്ടകാലത്തിനത് നമുക്ക് അനുകൂലമായിട്ട് തന്നെ പോകുന്നു. നമ്മൾ 1000-2000 വളരെ നൈമിഷിക നേരം. അതാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് വെച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താവും, ഈ 2000 ഉണ്ടാക്കി അതേ കോൺഫിഡൻസിൽ നമ്മൾ വീണ്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ കടമായിട്ട് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ $10,000 കൊണ്ടുവന്നിടും. ആ 10,000 നേരെ നമ്മൾ എന്തായാലും ആദ്യം കിട്ടിയ ഭാഗ്യ പരീക്ഷണം നടക്കാതാകുമ്പം നമ്മൾ രണ്ടാമത്തെ പരീക്ഷണത്തിൽ എന്താ ഈ 10 ലക്ഷം പോകും. ഈ 10 ലക്ഷം പിടിക്കാൻ വേണ്ടി എന്താക്കും, നമ്മൾ വീണ്ടും 20-30 ലക്ഷം വേറെ എവിടെ നിന്ന് അറേഞ്ച് ചെയ്തിട്ട് വീണ്ടും കൊണ്ടുവന്നിടും. അതെന്താക്കും, നമുക്ക് എന്താണ് ഈ നഷ്ടം വേഗം പിടിക്കണമല്ലോ. ആ ഒരു മൈൻഡ് കൊണ്ട് നമ്മൾ എന്താക്കും, വീണ്ടും വീണ്ടും ഇതൊരു നഷ്ടത്തിന്റെ മേഖലയായി കണ്ടിട്ട് ഈ ഒരു സ്കില്ലിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയത്, ലോകത്തിന് എവിടെ ഇരുന്നിട്ടും നമ്മളെ കയ്യിലൊരു ഫോണും പിന്നെ നെറ്റും കുറച്ച് ക്യാപിറ്റലും ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റെന്റ് കൊടുക്കേണ്ട, സാലറി കൊടുക്കേണ്ട, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. അതൊന്നും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് ഡിഗ്രി വേണമെന്നോ PG വേണമെന്നോ യാതൊരു നിർബന്ധമില്ല. അതൊന്നും ഇല്ലാതെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കില്ലിന് നമ്മൾ എന്താക്കും, ഇത്രയും മോശമായ പൈസ പോകുന്ന ഒരു ഏരിയ. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് അല്ലെ ട്രേഡ് ചെയ്ത ആരോടെങ്കിലും ചോദിച്ചു, ട്രേഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈവൻ മലയാളീസ് പെട്ടെന്ന് പറയും എന്താണ് ട്രേഡിംഗ് അല്ല, അത് പൈസ പോകാനുള്ള ഒരു മേഖലയാണ്. പൈസ പോകാത്തൊരു പിന്നെ ഒരു ഒരു ഏരിയ ഇവിടെ ഉണ്ട്. അതായത് അത് കൃത്യമായ ഗൈഡൻസിലൂടെ നമ്മളത്, അതാണ് ജിലൻ ലോഡ്സിന്റെ സിലബസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾ എങ്ങനെ പൈസ പോകാതെ നിങ്ങൾക്കിപ്പോൾ എത്ര ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും നമുക്കിവിടെ ഗ്യാരണ്ടി എന്ന് പറയാം. ചിലപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് തന്നെ ക്യാപിറ്റൽ 2 മാസം കൊണ്ട് ഡബിളാക്കിയ ആൾക്കാരുണ്ട്, 1 മാസം കൊണ്ട് ഡബിളാക്കിയ ആൾക്കാരുണ്ട്, 6 മാസം കൊണ്ട് ഡബിളാക്കിയ ആൾക്കാർ, ഇപ്പോൾ നല്ല എൻട്രീസും കാര്യങ്ങളൊക്കെ കിട്ടും, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. സോ പിന്നെ നമുക്ക് പിന്നെ ആ ഒരു കൃത്യമായ ഗൈഡൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ ഒരു സ്കില്ല് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ജിലൻ ലോഡ്സ് അക്കാദമി നിങ്ങളെ മൈൻഡ് വളരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് നമ്മളെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കില്ലായിട്ടാണ് നമ്മളിവിടെ ഈ ഒരു പിന്നെ മൈൻഡ്ഫുൾ ട്രേഡർ എന്നുള്ള ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കും. നമ്മളെ മെന്റേഴ്സ് ഒക്കെ ആണെങ്കിലും 8, 9, 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയ പിന്നെ മാർക്കറ്റിൽ പിന്നെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളിപ്പോൾ ഇറങ്ങരുതെന്ന് നിങ്ങളോട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉള്ള ടൈമാണ് ഓവറോൾ ട്രേഡിംഗ് എന്താണെന്നുള്ളതും പിന്നെ ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്നൊക്കെ ഉള്ളത് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും. അതായത് പിന്നെ ഇത് ഇന്റർനാഷണൽ മാർക്കറ്റാണ്. ലോകത്തിന്റെ എവിടെ ഇരുന്നിട്ട് 24 hours വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ജോബ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 8-9 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മളെ കയ്യിൽ ഫോണും നെറ്റും കുറച്ച് ക്യാപിറ്റലുണ്ട്, ഏത് സമയത്ത് വന്നിരുന്നാലും നമുക്ക് പൈസ അച്ചടിക്കാൻ പറ്റുന്ന ഒരു മെഷീന് പോലെയാണ് നമുക്ക് ഈ ഒരു സ്കില്ല് വർക്ക്ഔട്ട് ചെയ്യാൻ. പക്ഷെ എന്താണ്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന കുറച്ച് കാര്യം, ചെറിയ കാര്യങ്ങൾ, നമ്മളെ മൈൻഡിനെയും നമ്മളെ ഇമോഷനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് എന്തായി മാറും, ഈ ഒരു സ്കില്ല് നമുക്ക് വിപത്തായി മാറിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുന്നില്ല, നമ്മൾ കുത്തുവോളം എടുക്കും, നമ്മൾ കടക്കാരാവുന്ന ഒരു സ്കില്ലായി മാറും. വീണ്ടും വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഫ്രണ്ട്സ് തന്നെ വിളിക്കുകയാണ്. കാരണം നിങ്ങൾ ട്രേഡിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായി യൂട്യൂബിലും മറ്റും അല്ലെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ തരുന്ന അക്കാദമിയിൽ നിങ്ങൾ പോയിട്ട് 1 മാസം കൊണ്ട് പ്രോഫിറ്റബിൾ ആവാൻ, 2 മാസം കൊണ്ട് ആവാന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവരോട് ചോദിക്കാം, നിങ്ങൾ ചെയ്തതിൻ്റെ ഹിസ്റ്ററി ഒന്ന് കാണിച്ചു തരാം. അത് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ അവിടെ ചേരാം. അല്ലാണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഒരു കോഴ്സിൽ ചിലപ്പോൾ ഒരു അഡ്മിഷൻ ഫീസ് 1000 ദിറംസ് 2000 ദിറംസ് കോഴ്സ് ഫീസ് കിട്ടാൻ വേണ്ടി പലരും പല വാഗ്ദാനങ്ങൾ തരും. ആ വാഗ്ദാനങ്ങളൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ല. നിങ്ങളെ കയ്യിലാണ് നിങ്ങളെ എന്തുള്ളത്, ഈ ഒരു സ്കില്ലും നിങ്ങൾ മൂർച്ച കൂട്ടിയെടുത്ത് നിങ്ങൾ പ്രോപ്പറായി കൊണ്ടുകൊടുക്കേണ്ട ഒരു കത്തിയാണിത്. ഈ കത്തി നിങ്ങൾക്ക് കുത്തി കൊല്ലാൻ ഉപയോഗിക്കാം, ആപ്പിൾ മുറിക്കാൻ ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയി കൊണ്ടുപോയി കഴിഞ്ഞാൽ, കൃത്യമായ ഗൈഡൻസിൽ കൃത്യമായ മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്, എത്ര കാലം എന്ന് വെച്ചാൽ മാർക്കറ്റ് വർഷങ്ങളോളം ഉണ്ടാവും. അതായത് പിന്നെ ഇന്നും നാളെയും മറ്റന്നാളൊന്നും അവസാനിക്കാത്ത മാർക്കറ്റാണ്. ഇപ്പം
നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ, എൻ്റെ കയ്യിലുള്ള 1,00,000 രൂപ എനിക്ക് പിന്നെ 2-3 ദിവസം കൊണ്ട് ഡബിളാക്കിയിട്ട് എനിക്ക് മാർക്കറ്റിൽ നിന്ന് പിന്നെ വാഷ് ഔട്ടായി പോകണം. അല്ലെങ്കിൽ ഞാൻ വളരെ പ്രോപ്പറായിട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു സ്കില്ലിനെ വളരെ മാന്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കില്ല് എപ്പോഴും സന്തോഷം തരുന്നൊരു സ്കില്ലായി. ഞാനൊക്കെ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ചിലപ്പോൾ മേ ബി പിന്നെ ഇവിടെ നമ്മളെ സ്റ്റുഡൻസിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വരും. ഓക്കെ, നമുക്ക് ചോദിക്കാം. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കിൽ എന്താക്കാൻ പാടില്ല, നമ്മളൊരു കാരണവശാലും നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അല്ലെങ്കിൽ അൺവാണ്ടഡ് ഡിസിഷൻസ് എടുക്കുന്ന ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്കില്ലിനെ കൊണ്ടുപോയി കളയരുത്. ഞങ്ങളൊക്കെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം മാർക്കറ്റിൽ നമ്മളെപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. പിന്നെ നമുക്കൊക്കെ സ്കില്ല് വൈസും ഇത് വൈസൊക്കെ നമുക്ക് നോളജും കാര്യങ്ങളൊക്കെ, പക്ഷെ നമ്മളെ മൈൻഡിനെ നമ്മൾ കൃത്യമായ ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളെ കയ്യിൽ കിട്ടില്ല. ആ ഗൈഡൻസ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അത് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റും. കാരണം ഇപ്പം നമ്മളെ മെന്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളോട് പറയും, അതായത് ഇപ്പം എനിക്കിപ്പം ഓപ്പൺലി പറയാൻ പറ്റും എന്താണ്, നിങ്ങൾക്ക് ലോസ് ഇല്ലാതെ പിന്നെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമുക്കിവിടെ സിലൻ ലോഡ്സ് അക്കാദമിയിൽ പഠിപ്പിച്ചു തരാൻ പറ്റും. അതെന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസിൽ പറയണത്? അല്ലെ കോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ പറയാം എന്താ സാർ ഇങ്ങനെ പറഞ്ഞല്ലോ പിന്നെ ലോസ് ആവുന്നുണ്ട്. കാരണം നമ്മൾ കൃത്യമായി എവിടെയൊക്കെ ലോസ് വരും എന്നുള്ള കംപ്ലീറ്റ് ഓട്ടകൾ അടച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സിസ്റ്റങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക. അത് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളെ കഴിവുകൾ ഉപയോഗിച്ച് അത് പ്രോപ്പറായി കൊണ്ടുപോകുമ്പം നമുക്ക് ഈ ഒരു സ്കില്ല് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് നഫീസ മാം ഓഡിബിൾ ആകാൻ പറ്റുന്ന അവസ്ഥയാണോ? കാനിഷ നമ്മളെ സ്റ്റുഡൻ്റ് ആണ്, ആള് ദന്തിസ്റ്റ് കൂടിയാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്യാൻ യു ഷെയർ യുവർ എക്സ്പീരിയൻസ് അബൌട്ട് ഫോറക്സ് ട്രേഡിംഗ്? ഷുവർ സർ. യാ, ഹായ്, ഞാൻ നഫീസ. ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്. എനിക്ക് സാറ് ആണ് ഈ ഇതില് മേഖലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നത്. അതിനു മുന്നേ ഈ പറഞ്ഞ പോലെ കുറെ ഡ്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഫോറക്സ് എല്ലായിടത്തുനിന്നും പൊതുവെ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ ട്രേഡിംഗ് എന്ന് കേട്ടപ്പോ തന്നെ ഞാന് കുറെ യൂട്യൂബ് ചാനൽസും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ആദ്യം വിചാരിച്ചു അത് ഭയങ്കര പാടാണ്, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് വിചാരിച്ചു. പിന്നെ കുറെ ആളടുത്തുനിന്ന് കേട്ടതെന്ന് പറഞ്ഞാൽ എന്താ ഇത്, ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ പൈസ പോകുന്നതാ, വെറുതെ അതിലിങ്ങനെ ഇടലേ ഉണ്ടാവലുണ്ടോ, അത് ഇട്ടതെല്ലാം അങ്ങ് പോവും, ആ ഒരു ഇതായിരുന്നു കേട്ടിട്ടും ഉണ്ടായിരുന്നത്. അപ്പോ ഇതില് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഞാൻ ഡെന്റിസ്റ്റ് ആണ്. അപ്പോ രാവിലെ പോയി ഒരു 10-ന് തുടങ്ങിയാൽ നമുക്ക് 6-6:30 വരെ ആയിരിക്കും ക്ലിനിക്കിൽ പണി ഉണ്ടാവുക. അപ്പോൾ രാവിലെ പോയി അതേപോലെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇരുന്ന് കഴുത്തെല്ലാം വേദന എടുത്ത് ഫുള്ള് ചെയ്തിട്ടെല്ലാം വരുന്നത് ആ ഒരു എമൗണ്ടിനേക്കാള് നമുക്ക് ഈ ഫോറക്സ് ഒന്ന് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. അപ്പോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു എന്താ പറയാ, ഇങ്ങനെയും നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിലുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര എന്താ പറയാ, നമുക്കൊരു എന്ന് വെച്ചാൽ എന്നെ പോലെ ഇപ്പൊ വീട്ടില് നമുക്ക് കുട്ടികളുണ്ടാവും കാര്യങ്ങളുണ്ടാവും. അപ്പം ചിലപ്പോൾ വർക്കിന് പോകാൻ പറ്റൂല. അപ്പൊ എവിടെ ഇരുന്നിട്ടും ഈ പറഞ്ഞ പോലെ 24/7 ഉണ്ടാകുന്ന ഇതാണ്. അപ്പോൾ ടൈം നമുക്കൊരു ലിമിറ്റേഷൻ അല്ല, സ്ഥലം നമുക്കൊരു ലിമിറ്റേഷൻ അല്ല, എവിടെ ഇരുന്നിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുണ്ടാവുമ്പോൾ അതൊരു എന്താ പറയാ, ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയല്ലേ. അപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് വർക്കിന് പോവാണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ നമുക്ക് അത്യാവശ്യം പേഷ്യൻസും ഈ മൈൻഡ് കൺട്രോളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണെന്ന് തന്നെ പറയണം. എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയത്. നമുക്ക് ഡ്രീം രീതിയിൽ ഉണ്ടാവും, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. അപ്പം നമുക്ക് ചെറിയ രീതിയിൽ പോലും ഏൺ ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്നുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല, മൊത്തത്തിൽ എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ട്രേഡിങ്ങിൽ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ സാറ് പറയുന്ന പോലെ നമുക്ക് മൈൻഡ് സെറ്റ് കൺട്രോൾ ചെയ്ത് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് നൈസായി ഈ ഗാംബ്ലിങ് പോലെ ഒറ്റയടിക്ക് എന്നിട്ട് നമുക്ക് കുറെ ഓവർനൈറ്റിൽ ഒരു പൈസക്കാരനാവാന്നുള്ള ചിന്ത അല്ലാണ്ട് നമുക്ക് മെല്ലെ ഇപ്പൊ നമുക്ക് ബാങ്കിലായിക്കോട്ടെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് ഇത്ര 8% ഒക്കെ വരെ കിട്ടുന്നുള്ളൂ ഇൻട്രസ്റ്റ്. പക്ഷെ ഈ ട്രേഡിങ്ങിൽ നമുക്ക് മെല്ലെ പതിയെ പതിയെ ഓരോ സ്റ്റെപ്പ് എന്താ പറയാ മെല്ലെ എടുത്തു കഴിഞ്ഞേക്കാൻ തന്നെ നമുക്കൊരു നല്ല എമൗണ്ട് മാസം ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ ഞാൻ പറയണം. എന്തായാലും എല്ലാരും
ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഗാംബ്ലിംഗ് ആയിട്ടും എടുക്കുക, അല്ലാത്ത രീതിയിൽ നൈസായി കൊണ്ടുപോവാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നമുക്കൊരു സെക്കൻഡറി ഇൻകം എന്നുള്ളത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. എനിക്ക് കിട്ടിയത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു നഫീസ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇതൊരു ഗാംബ്ലിംഗ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്കിത് പിന്നെ പൈസ പോകുന്നവർ ഇടാക്കിയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾ ആരോട്, നിങ്ങളെ ഫ്രണ്ട്സിനോ ട്രേഡിങ്ങിൽ ഇറങ്ങി ആരോട് ചോദിച്ചാലും അവർ എക്സ്പീരിയൻസ് പറയാം, ഇതൊരു പൈസ പോകുന്ന ഒരു ഇടാണ്. പൈസ പോകാതെ നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ നിലനിന്ന് പോകാന്നുള്ളൊരു സിസ്റ്റം പഠിക്കണം എന്നുണ്ടെങ്കിൽ ജിലൻ ലോഡ്സ് അക്കാദമി നിങ്ങളെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾ ചാറ്റ് ബോക്സിൽ അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മളെ മെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ അറിയിച്ചു തരും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇതിനൊരു ലൈഫ് ലോങ് ആയിട്ട് ബ്യൂട്ടിഫുൾ സ്കില്ലായിട്ട് നമ്മളെ മരണം വരെ, നമ്മളിപ്പം ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുയിലേക്ക് എടുക്കുന്നവരെ നമ്മളെ കൈയും കണ്ണും കാലൊക്കെ വർക്ക് ചെയ്യേണ്ടത് നമുക്ക് വണ്ടി ഓടിക്കാറാം. അതുപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്കില്ലാക്കിയിട്ട് ഇതിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം നിങ്ങൾക്ക് എന്താക്കാം, ഈ ഒരു പിന്നെ കോഴ്സ് എടുത്ത് പഠിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യണം. അല്ലാതെ നിങ്ങൾക്ക് ഇന്ന് വന്ന് നാളെ പൈസക്കാരനാവണം എന്നുള്ള മൈൻഡിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പണിക്ക് ലോട്ടറി എടുക്കാനോ മറ്റോ എന്തിനെങ്കിലും പോയിട്ട് ഭാഗ്യ പരീക്ഷണം നടത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഉണ്ടാവുക. സോ അങ്ങനെ ഒരു കൺസെപ്റ്റും കൊണ്ട് ഇവിടെ ആരും വരേണ്ടതില്ല. നമ്മൾ അങ്ങനെ ആരും പഠിപ്പിക്കണമില്ല. നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫ് ലോങ് നമ്മൾ എന്ത് ജോബും നമ്മൾ പുറത്താക്കിയാലും നിങ്ങളുടെ കയ്യിലൊരു, ഞാൻ വീണ്ടും പറയണ, ഫോണും നെറ്റും ക്യാപിറ്റലും മെറ്റാട്രേഡർ നമ്മളെ ഈ ഒരു 3 സാധനം നമ്മളെ കൈ വർക്ക് ചെയ്യാം. പിന്നെ നമ്മളെ കയ്യിലൊരു ഫോണും നെറ്റും കുറച്ച് ക്യാപിറ്റലും അതുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എത്ര തന്നെ ഏത് വലിയ ജോബിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെട്ടാലും അല്ലെങ്കിൽ ജോബൊക്കെ നമ്മളൊരു ഒരാൾ അണ്ടറിലാണ്, ഈ ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് വേറെ തന്നെ ഒരു ഹൈ ആണ്. പക്ഷെ അത് പ്രോപ്പറായി പഠിച്ചിരിക്കണം. അതായത് നമ്മൾ പിന്നെ ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ അത് മൈൻഡ്ഫുൾ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ അവിടുന്ന് ഇവിടുന്നും പഠിച്ചല്ലെങ്കിൽ കുറച്ച് യൂട്യൂബിൽ നോക്കി അല്ലെങ്കിൽ കുറച്ച് പിന്നെ മോഹന വാഗ്ദാനങ്ങളും കേട്ട് പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്കില്ല് നമ്മളെ കൊല്ലുന്ന ഒരു സ്കില്ലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇത്ര കാലം ഉണ്ടാക്കിയ സമ്പാദ്യം പോകുന്ന ഒരു ഇടായിട്ട് മാറും. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ടൈമാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, റിലേറ്റഡ് വിത്ത് ഫോറക്സ് ട്രേഡിങ് അല്ലെങ്കിൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് വേണേലും ചോദിക്കാം. ഓക്കെ, ഇറ്റ്സ് യുവർ ടൈം. ഷബീർ ഭായ്, ഷമീം, ഷിയാബ്, സൽമാൻ, you can ask anything about this area. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹായ് ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ അബ്ദുൽ സലാം എന്റെ പേര്. ഞാൻ ഇതുവരെ ഇതിനെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ. ഇത് ഏത് പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് നമുക്കത് തുടങ്ങാൻ പറ്റുക, എങ്ങനെയാണ് അതിന്റെ നമുക്ക് ഒരു അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യുക, ഇതൊക്കെ എങ്ങനെ നിങ്ങൾ തന്നെ അത് ചെയ്തു തരുന്നുണ്ടോ? അതായത് ഇപ്പൊ നമ്മള് കോഴ്സ് എന്താ, ഇപ്പൊ നിങ്ങളൊരു മാർക്കറ്റിംഗ് ഇതായിട്ട് കൂട്ടണം. അതായത് നമ്മളിപ്പോ പിന്നെ ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസിനോട് പറയാറുള്ളത്, നിങ്ങളൊന്ന് മ്യൂട്ട് ആയിക്കും. അതായത് നിങ്ങൾ സീറോ നോളജില് ഒരു 1ാം ക്ലാസ്സുകാരന്റെ ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി വന്നാൽ മാത്രം മതി. നിങ്ങൾ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി പഠിച്ച് പെർഫെക്റ്റ് ആയി സ്കില്ല് പെർഫെക്റ്റ് ആയി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എപ്പോഴാണോ ലൈവ് മണിയും കൊണ്ട് ഇറങ്ങാൻ ഓക്കെ അന്ന് മാത്രമേ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യണം. നിങ്ങൾ ആദ്യം നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളെ സ്കില്ല് വർക്ക് ചെയ്യുന്നതിലാണ്. അത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ എന്താണ് നമ്മൾ ആദ്യം തന്നെ ഒരു വണ്ടി ഡ്രൈവിങ് പഠിച്ചിട്ടല്ല നമ്മളൊരു ഫെരാരിയോ അല്ലെങ്കിൽ വലിയ റോൾസ് റോയ്സ് ഒക്കെ എടുക്കുള്ളൂ. നമ്മൾ ആദ്യം തന്നെ കയറിയിട്ട് എന്താവില്ല, പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഡ്രൈവിംഗ് അറിയാതെ എടുക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ സ്കില്ല് പഠിക്കാനുള്ള എല്ലാ സംഘം നിങ്ങൾ സീറോ നോളജിൽ വന്നിരുന്നാൽ നമ്മളെ മെന്റേഴ്സ് നിങ്ങളെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൈ പിടിച്ച് ഓരോ സ്റ്റെപ്പും വെച്ച് എവിടെയൊക്കെ ലോസ് വരും, നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ബ്ലോക്ക് ഉണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറെ കാലം ട്രേഡിങ്ങിൽ നിൽക്കൂല, നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തി നിങ്ങൾ ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് പിന്നെ നിങ്ങളെല്ലാം മനസ്സിലാക്കുക. അതായത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഫോറക്സിൽ ഞാൻ പറഞ്ഞു, അതായത് 90% ആൾക്കാരും ഫെയിൽ ആവുന്ന ഒരു മേഖലയിൽ 10% ആൾക്കാർ മാത്രമേ സക്സസ് ആവുന്നുള്ളൂ. ആ 10% ആൾക്കാർ ഉപയോഗിക്കുന്ന ടൂൾസും
പിന്നെ സ്കില്ലും അത് വളരെ അത് ഒരു ഇന്റർനാഷണൽ സ്കില്ലോ കാര്യങ്ങളോ ഒന്നല്ല. അതായത് ഒരു ഭയങ്കര സ്ട്രാറ്റജി ഒന്നല്ല. അതിൽ ഒരുപാട് ടെക്നിക്കൽ ഒരുപാട് പഠിക്കാൻ അതിനൊരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് അത് കുറച്ച് സംഗതികൾ നമ്മളെ കയ്യിൽ അത് നിങ്ങൾക്ക് ജില്ലൻ ലോഡ്സ് വളരെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് അത് പഠിപ്പിച്ചു തരും. അതായത് ഏത് റൂട്ടിലൂടെ പോകണം, ഏത് റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായ നിങ്ങളെ പാത്തിലേക്ക് എത്തും എന്നുള്ളത്. നിങ്ങൾ സീറോ നോളജിൽ ഫോൺ നോക്കാനുള്ള പിന്നെ ആ ഒരു വൈഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കി ഡെമോയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ ലൈവിൽ ഇറക്കി നിങ്ങളെ പ്രോഫിറ്റബിൾ ആക്കുന്നത് വരെ, അതായത് നിങ്ങളെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും മേ ബി നിങ്ങൾക്ക് ലോസോ കാര്യങ്ങളോ, അല്ലാതെ നമ്മൾ പഠിപ്പിച്ചൊരു സിസ്റ്റം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ക്യാപിറ്റൽ വാഷ് ഔട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു ഓവറോൾ ലോസിലോട്ടോക്കോ നിങ്ങൾ എന്തായാലും പോകില്ല എന്നുള്ളത് നമ്മളെ വിത്ത് സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസിൽ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. ബട്ട് നിങ്ങൾ നമ്മളെ റൂള് തെറ്റിച്ചിട്ടാ പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പിന്നെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അടച്ച ഫീസ് നിങ്ങൾക്ക് അത് വേസ്റ്റ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ അല്ല പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ നഷ്ടങ്ങളും കാര്യങ്ങളും നിങ്ങൾ അടച്ച ഫീസും വെറുതെ ആവും. പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് വാഷ് ഔട്ട് ആയി പോകുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ക്ലിയർ അല്ലേ? അത് ഓക്കെ. ഇതിപ്പോ ഉം. ഞങ്ങള് ക്ലാസ്സിനായിട്ടാണ് വന്നിരിക്കേണ്ടി വരും. ടൈം കണ്ടെത്തേണ്ടി വരും. ടൈം നമുക്ക് പിന്നെ ഇപ്പൊ നമ്മൾ നൈറ്റിലാണ് കൂടുതലും സെഷൻസ് ഉണ്ടാവുക. വീക്കിലി 2-3 സിറ്റിംഗ് ഉണ്ടാവും, സൂമിലായിരിക്കും. പിന്നെ അത് നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മിസ്സാകുമ്പോൾ നിങ്ങൾക്ക് എന്താവും, നിങ്ങൾ പിന്നെ അതിന്റെ റെക്കോർഡിങ്സ് തരും, അല്ലെങ്കിൽ മെന്റേഴ്സ് അതിനനുസരിച്ചുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ കാര്യങ്ങളോ തന്നിട്ട് അത് ഫില്ലപ്പ് ചെയ്ത് പോകും. കാരണം ഇതൊരു സ്കില്ലാണ് നിങ്ങൾ പ്രസന്റിൽ ഉണ്ടായി. ഇത് നമുക്ക് കുറെ തിയറി പഠിച്ചു പോകേണ്ട ഒരു സാധനമല്ല. ക്ലാസ് നമുക്കൊരു 12 സെഷൻസ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്താവും, നിങ്ങൾ പോകേണ്ട രീതിയും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾ വിത്തിൻ ദ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ പ്രാക്ടീസിലോട്ടൊക്കെ അറിയും. ഇത് നിങ്ങൾ കുറേ നോളജ് ഉണ്ടാക്കിയെടുത്തോണ്ട് കാര്യം, ഇതൊരു സ്കില്ലാണ്. ഈ സ്കില്ലിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ വിത്തിൻ ദ നെക്സ്റ്റ് 2-3 ഡേയ്സിൽ നമ്മൾ ഇറങ്ങാൻ തുടങ്ങും. അതിൽ നിങ്ങളെല്ലാം ഒരു കുഞ്ഞു കുട്ടി എങ്ങനെയാണോ നടന്നു തുടങ്ങുക അതുപോലെ നിങ്ങൾ ലോസ് ഉണ്ടാക്കി, പിന്നെ നിങ്ങളൊക്കെ അതിലുള്ള സെറ്റപ്പ് ഒക്കെ നമ്മൾ ലോസ് ഉണ്ടാക്കി എവിടെ നമുക്ക് നഷ്ടപ്പെടും, എവിടെ എങ്ങനെ പോയാൽ നമുക്ക് പൈസ പോകുന്നുള്ളതൊക്കെ പഠിച്ച് പിന്നെ അതിലൂട്ടിയായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഓക്കെ മനസ്സിലായി. ഇൻഷാ അല്ലാഹ് ഇനി അവരായിട്ട് ഞാൻ ബന്ധപ്പെട്ടോളാം. താങ്ക് ഓ യു. ഷുവർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷബീർ ഭായി, ഷമീം ഭായി, സൽമാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് വിത്ത് ഫോറക്സ് എന്തെങ്കിലും ചോദിക്കാട്ടോ. സോ ഓപ്പൺലി ഞാൻ വീണ്ടും പറയണം, ഇപ്പം ഒരിക്കലും എന്താ പറ്റില്ല, പിന്നെ നമുക്കൊരിക്കലും ഇപ്പം ഫോറക്സ് ട്രേഡിങ് പിന്നെ പഠിപ്പിക്കുന്ന ഒരാൾക്ക് വന്നിട്ട് ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് വേണേലും ചോദിച്ചോ എന്ന് പറയുമ്പോൾ പിന്നെ പലരുടെയും കമന്റ് ബോക്സ് ഓഫ് ആയിരിക്കും. നിങ്ങൾ പിന്നെ അക്കാദമികളുടെയാണ് മറ്റുമാണ്. കാരണം എന്താണ്, ആർക്കും സക്സസ് ആക്കാനുള്ള ഒരുപാട് ഇവിടുന്നും കിട്ടിയ സംഗതികൾ കൊടുത്തിട്ട് ഞാൻ ആരും കുറ്റം പറയണതല്ല. കാരണം നമ്മളൊക്കെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ മനസ്സിലാക്കിയത്, പിന്നെ പലരും മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ട് പിന്നെ ചില ഇൻസ്റ്റ റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളെ ചതിക്കുയിലേക്ക് ഇടാനുള്ള അല്ലെ നിങ്ങളെ ഫീസ് പറ്റാനുള്ള ഒരു പറ്റ ആൾക്കാർ ഇപ്പൊ മാർക്കറ്റിലുണ്ട്. പിന്നെ അതിൽ നിങ്ങൾ ഇവിടെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതിൽ നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് ഏകദേശം നമ്മളെ ടൈം ഔട്ടായി. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാട്ടോ. സാദ് എന്നാല് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നിങ്ങൾക്ക് മെന്റേഴ്സ് ആരെങ്കിലും നമ്പർ സാദ് ഒന്ന് ഗ്രൂപ്പിൽ ചാറ്റ് ബോക്സിൽ ഇട്ടതിന് അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണേൽ കണക്ട് ചെയ്തോളും. ഓക്കെ സാർ, നമ്മളെ കണക്ട് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓക്കെ വെബിനാറിന്റെ ഗ്രൂപ്പിൽ എങ്ങനെ നമ്മളെ കണക്ട് ചെയ്യണം എന്നുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ ബാക്കി ഓൾമോസ്റ്റ് ഒക്കെ ക്ലിയർ അല്ലേ ഓക്കെ. എല്ലാവർക്കും? അതുപോലെ നമ്മള് പിന്നെ മേ ബി നിങ്ങൾക്ക് ഇപ്പം കോഴ്സ് ഈ ഒരു സ്കില്ല് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ വളരെ സീരിയസ് ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കിതിൽ പറയാറുണ്ട്, നമുക്കിപ്പം സ്കില്ല് ഒരുപാട് ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ ഉണ്ടാകും, നമ്മളൊരു ജോബ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, എങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാർ ചെയ്യുന്ന പോലെ ഫണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത്ര ക്യാപിറ്റൽ ഇല്ലല്ലോ, അതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ളതൊക്കെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മേ ബി നിങ്ങൾ സ്കില്ലിൽ പെർഫെക്റ്റ് ആണെങ്കിൽ ക്യാപിറ്റലും ഇപ്പം സ്കില്ലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ മാന്യമായിട്ട് ട്രെയിനിനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ ഇപ്പോഴും മാർക്കറ്റിൽ ആവശ്യമാണ്. നിങ്ങൾ പ്രൂവ് ചെയ്യാൻ, കാരണം നിങ്ങളെ ഡിസിപ്ലിൻ, നിങ്ങളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്കില്ല് നിങ്ങളെ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ
നിങ്ങളെ പ്ലേസ്ഡ് ആക്കാനുള്ള സംഗതിയൊക്കെ നമുക്ക് അക്കാദമിക്ക് ചെയ്തു തരാൻ പറ്റും. കാരണം അത്രക്കും ഗുഡ് ട്രേഡേഴ്സിനെ ഇപ്പോഴും മാർക്കറ്റിൽ ആവശ്യമാണ്. അതുപോലെ പല കമ്പനികൾ അവരുടെ ഫണ്ട് ഇപ്പോഴും ലിക്വിഡ് ആക്കി വെച്ചിട്ട് എനിക്ക് ട്രേഡ് ചെയ്ത് തരുമോ അല്ലെങ്കിൽ നമ്മളെ ടീമിന് ട്രേഡ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് കമ്പനികൾ ഇപ്പം എനിക്ക് തന്നെ പേഴ്സണലി അറിയാം. അപ്പോൾ അതൊക്കെ നിങ്ങളെ സ്കില്ല് പെർഫെക്റ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞു, അതായത് ലോസ് ഇല്ലാതെ, പിന്നെ അതായത് ലോസ് വളരെ കുറച്ചിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇന്ന് വന്ന് നാളെ പൈസക്കാരനാവാന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഫെയിൽ ആവും. സോ താങ്ക് യു സോ മച്ച്. സിഒ നമ്മൾ ജോയിൻ ചെയ്യുന്നവരാണ്, നമുക്ക് ബാച്ചിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബാക്കി സാർ വൈൻഡപ്പ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എന്താണ് ഫോറക്സ്, എങ്ങനെ ഫോറക്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ ഇവിടെ വിശദീകരിച്ച് തന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കോഴ്സും കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മുടെ വെബിനാറിൻ്റെ ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ ചാറ്റ് ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ഏത് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ജെൻലോഡ്സിൻ്റെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവരോടും താങ്ക്സ്, നന്ദി അറിയിക്കുകയാണ്. അപ്പം ബാക്കി കാര്യങ്ങൾ ഗ്രൂപ്പിലും അതുപോലെ നമ്മുടെ കോൺടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ട്, അതിലുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.